അയോധ്യ ഗ്രാമം തുടങ്ങണത് ഇവിടെ നിന്നാണെന്നാണ് പുള്ളി പറയണ്ടായിരുന്നത്. ജയ് ശ്രീറാം. ഇന്ത്യൻ ഫെലു ട്രാവലിന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അയോധ്യയിലാണ്. ശ്രീരാമ ജന്മഭൂമിയായ അയോധ്യയിലാണ് ഞാനുള്ളത്. വളരെ പ്രൗഡ് ഫീലാണ്. ഇതേപോലെ എല്ലാവരും നടന്നുകൊണ്ട് കുറേ പേരിങ്ങനെ ഷോർട്ട് കട്ട് തെരഞ്ഞെറിഞ്ഞ് പിടിച്ച് പോയിക്കൊണ്ട് എങ്ങനെയെങ്കിലും അയോധ്യയിൽ എത്തുക. നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പുതിയ വണ്ടി വന്നിട്ട് വിടുന്നില്ല. വാരണാസിയിലുള്ളത് അയോധ്യയിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അയോധ്യയിലൊന്നും ഒരു വണ്ടിയും കടത്തി വിടുന്നില്ല. ഇപ്പോൾ ഹരിദ്വാറിന്ന് വാരണാസിയിലൊന്നും ഒറ്റക്കാണ്. പക്ഷെ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് എനിക്ക് കുറേ സുഹൃത്തുക്കൾ കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവിടെ കുറേ ആൾക്കാർ അയോധ്യയിലോട്ട് പോകാൻ വേണ്ടി നിൽക്കണേന്. അയോധ്യയിലേക്ക് ഡയറക്റ്റ് ബസ്സില്ല. നമ്മുടെ സുൽത്താൻപൂർ എന്ന സ്ഥലത്തുണ്ട്. അപ്പോൾ സുൽത്താൻപൂരിലെ ബസ് ഇവിടെ കിടപ്പുണ്ട്. യാത്രക്കാരില്ലാത്തതുകൊണ്ട് ബസ് ഇങ്ങനെ കിടക്കണേണ്ട. അപ്പോൾ ഞങ്ങൾ ഇത്രയും 40 പേര് വന്ന്. അപ്പോൾ ആള് പറയണത് നമുക്ക് പോകാമെന്നാണ് പറയണത്. അപ്പോൾ സുൽത്താൻപൂരിൽ നിന്ന് ശേഷം നമുക്ക് ഉള്ളിലോട്ട് കയറ്റി വിടോ ഇല്ല എന്ന് അറിയില്ല. ഭയ്യ ജായേഗാ. സുൽത്താൻപൂരിലേക്ക് ബസ് കിട്ടി കേട്ടോ. എന്തായാലും 11 മണിക്കാണ് സുൽത്താൻപൂരിലെ ബസ് വിടുന്നത്. അപ്പോൾ ഇനി സുൽത്താൻപൂർ വരെ ഈ ബസ്സിലാണ്. അതിനുശേഷം നമുക്ക് നാളെ രാവിലെ ആയിരിക്കും നമ്മൾ സുൽത്താൻപൂരിൽ എത്തണത്. ബാക്കി നമുക്ക് കാണാം. ഞങ്ങളിപ്പോൾ സുൽത്താൻപൂർ ഹൈവേയിലാണുള്ളത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം അയോധ്യയിലോട്ട് 60 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒറ്റ വണ്ടിയില്ല എന്നാണ് പറയണത്. വലിയ ബസ്സുകളൊന്നും ബസ്സോ അല്ലെങ്കിൽ ഓട്ടോ അങ്ങനത്തെ ഒരു വാഹനമോ നമുക്ക് ഇവിടുന്ന് കിട്ടാനില്ല. പിന്നെയെന്ന് വെച്ചാൽ ഉള്ളിക്കൂടിയുള്ള വഴികളിലൂടെ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. എന്ന് വെച്ചാൽ പോലീസ് കാണാണ്ട് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് പോലീസിൻ്റെ ബാരിക്കേച്ചറൊക്കെ വെച്ചിട്ട് പോലീസുകാർ തടയുന്നുണ്ടെന്നാണ് പറയണത്. സുൽത്താൻപൂർ ബസ് സ്റ്റാൻഡ് വരെയും ഇവിടുന്ന് ഓട്ടോറിക്ഷ നമുക്ക് കിട്ടും. പക്ഷേ അവിടെ നിന്ന് പോകാൻ ഭയങ്കര കഷ്ടമെന്നാണ് പറയണത്. സുൽത്താൻപൂർ ബസ് സ്റ്റാൻഡിൽ തന്നെ 10,000 പേര് ഉണ്ടെന്നാണ് ഇവിടുത്തെ ഒരു ചായക്കടക്കാരൻ പറഞ്ഞ കേട്ടോ. അപ്പോൾ എങ്ങനെയൊന്നും ഒരു പിടുത്തമില്ല. എന്തായാലും നമുക്കിന്ന് അയോധ്യയിൽ എത്തിച്ചേരണം എന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഇറങ്ങിയത്. എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടികൾ ഏതെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കൈ കാണിച്ച് നിർത്തി അവരായിട്ട് സംസാരിച്ച് അയോധ്യയിലോട്ട് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പ്രയാഗ്രാജ് 94 കിലോമീറ്ററും പിന്നെ പ്രഭാത്ഗർ 33, റായ്ബലേരി 136 കിലോമീറ്റർ ഉണ്ട്. അതേപോലെ ഹണ്ടിയ എന്ന് പറഞ്ഞ സ്ഥലം 126 കിലോമീറ്റർ. അപ്പോൾ അയോധ്യയിലോട്ട് പോകാൻ വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് നേരത്തെ ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഓട്ടോറിക്ഷക്കാരൻ അപ്പുറത്ത് നിർത്തിയിട്ടുണ്ട്. നോക്കാം. ടോട്ടൽ 9 പേരുണ്ടായിരുന്നു. 9 പേരിൽ ഇപ്പോൾ 5 പേര് ഓട്ടോറിക്ഷ കുത്തി കയറ്റിയിട്ടുണ്ട്. ഇവിടുന്ന് ഓട്ടോറിക്ഷക്ക് കട്ടറ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കട്ടക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുന്ന് 16 കിലോമീറ്റർ ഉണ്ട് കട്ടക്ക എന്ന സ്ഥലത്ത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു 5 പേര് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇനി ബാക്കി 4 പേര് നമ്മൾ ഇതിനകത്തോട്ട് കയറും. ഒരാൾക്ക് 400 വെച്ചാണ് പറയണത്. അവിടുത്തെ 14 കിലോമീറ്റർ എത്തിക്കാന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളെ 7.5 കിലോമീറ്ററിൽ അവരിറക്കി വിട്ടു. ഇവിടെ തന്നെ 7.5 കിലോമീറ്റർ എത്തിയപ്പോൾ തന്നെ പോലീസിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇറക്കി വിട്ടു. ഇവിടെ പോലീസ് ഒരു വണ്ടി പോലും കയറ്റി വിടുന്നില്ല. എന്താ പറയാ ഈ തിഹേദാനി സംഗതായി ചൊങ്കും. എന്തായാലും നമ്മളിവിടെ നിന്ന് നടന്ന് പോകാനുള്ള പരിപാടിയിലാണ്. കാരണം നമുക്ക് ഇവിടെ നിന്ന് ഒരു ഓട്ടോവും കിട്ടൂല, ഒരു വണ്ടിയും കിട്ടൂല. എല്ലാ വണ്ടിയും ഇവിടുന്ന് റൈറ്റ് സൈഡിൽ കൂടി വിട്ടുകൊണ്ടിരിക്കണം ഈ പോലീസുകാരെല്ലാവരും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അയോധ്യ 60 കിലോമീറ്റർ, ഇവിടെ നിന്ന് വാരണാസി 160 കിലോമീറ്റർ, സുൽത്താൻപൂർ 7 കിലോമീറ്റർ. കുറേ അധികം പോലീസുകാർ ഇവിടെ ഉണ്ട്. തോക്കും പിടിച്ചിട്ട് അടുപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതെ അങ്ങനെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ വലിയ വണ്ടി വന്നിട്ടും വിടുന്നില്ല. എത്ര വലിയ ഫ്ലാഗ് വെച്ചിട്ടാണ് ഇത്ര വലിയ വണ്ടിയിൽ വന്നാലും ഇവിടുന്ന് ആൾക്കാർ വിടുന്നില്ല. നമ്മൾ 9 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഊടുവഴി കൂടിയൊക്കെ പോകാനുള്ള പരിപാടിയിലാണ്. നടക്കുമോ ഇല്ലെന്നും അറിയില്ല. സുൽത്താൻപൂർ ഇവിടുന്ന് 7 കിലോമീറ്റർ ഉണ്ട്. അതേപോലെ അയോധ്യ 60 കിലോമീറ്റർ. 7 കിലോമീറ്റർ ഞങ്ങൾക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സുൽത്താൻപൂർ ഹൈവേന്ന് ഏകദേശം 67 കിലോമീറ്റർ ഉണ്ടായിരുന്നു. നമ്മൾ സുൽത്താൻപൂരിൽ നിന്ന് കുറച്ചുള്ളിലോട്ട് വന്നിട്ടാ. ഏകദേശം ഒരു 2.5-3 കിലോമീറ്റർ വന്നിട്ടുണ്ടാവുള്ളൂ. നമുക്കൊരു വഴിയിലൊരു ചേട്ടനെ കിട്ടി. പുള്ളി പറഞ്ഞ് നമ്മുടെ അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട്, അമ്പലത്തിൻ്റെ ഇവിടെ വെയിറ്റ് ചെയ്തു. ഉള്ളിലോട്ടുള്ള വഴിയുണ്ട്. റെയിൽവേ ട്രാക്കൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്. ഒരു കാറ് വന്ന് നിൽക്കണം. നമുക്ക് നോക്കാം.
കാരണം ഏകദേശം ഒരു 15 കിലോമീറ്ററോളം നമ്മൾ ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരാൾക്ക് 100 രൂപ വെച്ചാണ് മേടിച്ചത്. ഏകദേശം 900 രൂപ ഞങ്ങൾക്ക് 9 പേർക്കും കൂടി. ഇവിടെ ഭയങ്കര എന്താണ് ഒരു ആഘോഷം പോലെ തന്നെയാണ്. എങ്ങനെയാണ് ഒന്നും പെടുത്തില്ല. ഇനി അടുത്തൊരു വണ്ടി കിട്ടാൻ വേണ്ടി കാത്തിരിക്കണേന്. എന്തായാലും നോക്കാം അല്ലേ. പിന്നെ ഞങ്ങളിവിടെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നോക്കിക്കണായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ വണ്ടി വന്നുകൊണ്ടിരിക്കണ പോലീസിൻ്റെ വണ്ടി ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കണേ. പറഞ്ഞ സ്ഥലത്ത് എത്തിയട്ടാ. ഇവിടെ നിന്ന് ഇനി ഏകദേശം 47 കിലോമീറ്ററാണ് അയോധ്യയിലേക്കുള്ളത്. ഇന്നലെ രാത്രി നമ്മളൊരു 10 മണിയായപ്പോൾ വാരണാസിയിൽ നിന്ന് ഇറങ്ങിയതാണ്. നമ്മൾ കുറേ നടന്ന്, കുറേ ഓട്ടോറിക്ഷയിൽ വന്ന്, കുറേ എന്താ പറയുക വണ്ടികളൊക്കെ നമ്മൾ കയറി 5 കിലോമീറ്റർ 6 കിലോമീറ്ററൊക്കെ അങ്ങനെ ട്രാവൽ ചെയ്തിപ്പോൾ ഏകദേശം ഇനി 47 കിലോമീറ്ററും കൂടി ഇല്ല അയോധ്യയിലോട്ട്. ഇനി ഇവിടെ നിന്ന് പോകാൻ കുറച്ച് കഷ്ടമുണ്ട്. കാരണം വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റിയാണ്. അപ്പോൾ കുറേ ആൾക്കാർ നടന്നു വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, എൻ്റെ ബാക്കിൽ കുറേ ആൾക്കാരുണ്ട്. അതേപോലെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. അമ്പലത്തിലും കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്കിന്ന് അയോധ്യയിൽ എത്തിച്ചേർന്നേ പറ്റൂ. അപ്പോൾ ആൾക്കാർ ഇതെല്ലാം അയോധ്യയിലോട്ട് പോകാൻ വേണ്ടി വന്ന ആൾക്കാരാണ് കേട്ടോ. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇവിടെ ചെറിയൊരു ചായക്കടയുണ്ട്. ജയ് ശ്രീറാം, ജയ് ശ്രീറാം. കനാൽ ഒഴുകുന്നുണ്ട്. കനാലിൻ്റെ സൈഡിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേയധികം ഷോർട്ട് കട്ട്. ഈ ഷോർട്ട് കട്ട് ഞങ്ങൾക്ക് നേരെ ഹൈവേയിൽ എത്തിക്കും. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഉണ്ട് ഹൈവേയിലോട്ട്. ഇതിൽ നമ്മൾ പാടത്തോടി ഈ കനാലിൻ്റെ സൈഡിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു 4-5 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ഹൈവേ കിട്ടും. ഹൈവേയിൽ നിന്ന് പിന്നെ നമുക്ക് അവിടെ നിന്ന് വേറെ ഏതെങ്കിലും വണ്ടി കിട്ടണമെന്ന് നോക്കണം. അപ്പോൾ ഇതേപോലെ എല്ലാവരും നടന്നു പോകുന്നുണ്ട്. കുറേ പേരിങ്ങനെ ഷോർട്ട് കട്ട് തിരഞ്ഞ് പിടിച്ച് പോയിക്കൊണ്ട് എങ്ങനെയെങ്കിലും അയോധ്യയിൽ എത്തുക, ശ്രീരാമൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത്. അത്രേ ഉള്ളൂ ഫീൽ. അമ്പലത്തിൽ കയറണമെന്നൊന്നും ആ ഒരു ആഗ്രഹമില്ല ഇന്ന്. എന്ന് വെച്ചാൽ അത്രയും തിരക്കാണ്. നമുക്ക് അയോധ്യ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഒരു ഫീല് ചെയ്യുക, അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ലക്ഷ്യം. അതിനുശേഷം വീണ്ടും ഇന്നല്ലെങ്കിൽ വേറൊരു ദിവസം കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും അമ്പലത്തിൽ വന്ന് തൊഴാൻ നിൽക്കും. അപ്പോൾ നമ്മുടെ എല്ലാ പിള്ളേരും ഭയങ്കര എന്താണ് ഒരു ആത്മവിശ്വാസത്തിലാണ് അയോധ്യയിൽ നിത്യം പറ്റുമെന്ന്. നമ്മൾ ആ കനാലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മെയിൻ റോഡിലെത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നടന്നു പോകണം. ഇനിയിപ്പോൾ അടുത്തൊരു ഷോർട്ട് കട്ടോ അടുത്തൊരു വണ്ടിയോ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേന്. ബാക്കിൽ കുറച്ച് പേരുണ്ട്. അതേപോലെ നടക്കും. श्रीराम, जय श्री राम। आप कहाँ से हो? हम झांसी जिला से अयोध्या जी जा रहे हैं। झांसी जिला कितने किलोमीटर है यहाँ से? झांसी यहाँ से करीबन 400 किलोमीटर होगा। 400। हम लोग केरला से है। केरला से। केरला आप सुना है? केरला हाँ सुना है केरला। जय श्री राम, जय श्री राम, जय श्री राम। कहाँ से आ रहे हो? हैदराबाद से है। तेलंगाना। जय श्री राम। ഇവിടെ നിന്ന് നമുക്ക് ആകെ 37 കിലോമീറ്റർ ഉള്ള അയോധ്യ ഡാമിലോട്ട്. അപ്പോൾ ഉള്ളിലോട്ടുള്ള വഴി കൂടിയാണ്. ഇത് തക്കാളി കൃഷി കാണാം നമുക്ക്. ജയ് ശ്രീറാം, जय श्री राम। पटरी कौन से साइड पे आता है? मैं तक्काली कृषि अंडा मत। ये कौन सा गांव है? चतुर। जय श्री राम। जय श्री राम। कौन से क्लास पे हो? 5। नाम क्या है आपका? मोहिनी। अच्छा ठीक है. इधर से जाओगे तो वो जो मकान दिख रहा है वहाँ से आपको ऐसे मुड़. തക്കാളി കൃഷിയുടെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത്. हम लोग केरला सुना तूने आपने? हाँ ठीक है चलते. ഭാഗ്യം കേരള ഇവർ കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ തക്കാളി കൃഷിയുടെ ഉള്ളിൽ കൂടിയാണ് നടന്നു പോകണം കേട്ടോ. ആൾക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്, നാട്ടുകാരൊക്കെ കേട്ടോ. ഒരു കുഴപ്പമൊന്നുമില്ല. അവരുടെ ഈ തക്കാളി കൃഷിയുടെ ഇടയിൽ കൂടി പോകണമെങ്കിൽ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ റെയിൽവേ ട്രാക്കുകളിലൂടെയാണ് ഇനി നമ്മൾ പോകാൻ പോണത്. കാരണം വെച്ചാൽ ഹൈവേ റോഡുകളിൽ മൊത്തത്തിൽ സീനാണ്. ആൾക്കാരെ കയറ്റി വിടുന്നില്ല പോലീസ്. റോഡിലൊക്കെ മൊത്തം എന്താണ് പോലീസുകാരുടെ ചെക്ക് പോസ്റ്റും ബാരിക്കേച്ചറും വെച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നടന്നു പോണത് തക്കാളി കൃഷിയുടെ ഇടയിൽ കൂടിയാണ്. ജയ് ശ്രീറാം.
4 സൈഡിൽ കൂടി ആൾക്കാർ ഉണ്ട്. അതിലേ വരുന്നുണ്ട്, ഇതിലേ വരുന്നുണ്ട്, ഇത് വന്നുകൊണ്ടിരിക്കണുണ്ട് ആൾക്കാർ. ഇത് നോക്കി. ഞങ്ങൾ വന്നത് ഈ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ വന്നത് ഈ വില്ലേജിൽ കൂടിയാണ്. കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനലി നമുക്ക് റെയിൽവേ ട്രാക്ക് കിട്ടി കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ന് റെയിൽവേ ട്രാക്ക് കൂടി പോകാൻ നല്ല ധൈര്യമായിട്ട് പോകാൻ നമുക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രെയിനൊന്നും അയോധ്യയിലോട്ടൊന്നും പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ആൾക്കാരുടെ തിരക്കുകൾ കൊണ്ടായിരിക്കാം റെയിൽവേ ട്രെയിനൊന്നും അയോധ്യയിലോട്ടൊന്നും പോകുന്നില്ല. അതുപോലെ അയോധ്യ തിരിച്ചും പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോകാം. ഫോറസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്ന് വന്ന മാനാണെന്ന് തോന്നുന്നു. ഈ 2 എണ്ണം അവിടെ ഒരെണ്ണമുണ്ട്, പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്. അത് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കും ചിലപ്പോൾ. ജയ് ശ്രീറാം. ഇതൊക്കെ സംസാരിച്ച ആൾക്കാർ കർണാടകയിൽ നിന്നാണ് കേട്ടോ. അവർ കർണാടകയിൽ നിന്ന് നടന്നു വന്നാണ് കേട്ടോ. ഏകദേശം 40 ദിവസത്തിൽ കൂടുതലായി എന്നാണ് പുള്ളി പറഞ്ഞത്. ഒരു ദിവസം 40 കിലോമീറ്റർ നടക്കുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത് ഭാഗത്താണെന്നറിയില്ല കർണാടകയുടെ. അപ്പോൾ എന്തായാലും എല്ലാം ശ്രീരാമന് വേണ്ടി. ജയ് ശ്രീറാം. ഈ റെയിൽവേ ട്രാക്കിലൂടെ എത്ര ദൂരം ആൾക്കാർ നടക്കുന്നുണ്ടെന്ന് അറിയില്ല. എത്രത്തോളം സ്റ്റാർട്ടിങ്. ജയ് ശ്രീറാം. कहाँ से आप? कर्नाटका. कर्नाटका ಇಲ್ಲಿ? ಹುಬ್ಳಿಯಿಂದ. ಓಕೆ. ನೀವು ಕೇರಳ? ನಾವು ಕೇರಳ. ಎಲ್ಲಿಂದ? കൊച്ചി. സരി. ജയ് ശ്രീറാം. ജയ് ശ്രീറാം. പുള്ളി കർണാടകയിൽ നിന്നാണ്. എല്ലാ സ്റ്റേറ്റിൽ നിന്നും ആൾക്കാരുണ്ട്. നമ്മുടെ ആൾക്കാർ കുറച്ച് നേരം റെസ്റ്റിന് വേണ്ടി നിർത്തി ഇരിക്കണുണ്ട് ഇവിടെ. നമ്മുടെ 2 സുഹൃത്തുക്കൾ വരാനുണ്ട്. അപ്പോൾ അതേ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 മിനിറ്റ് റെസ്റ്റ്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം വെച്ചാൽ പുള്ളി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ഇതിനകത്ത്. സ്വന്തം വീട്ടുകാർ പോലും എന്നെ വണ്ടിയിൽ കൊണ്ടുപോകാറില്ല. ഇപ്പോൾ ഇവരുടെ കൂടെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. ഈ ഗാം कौन सा आ गया अभी? लखनऊ. दखनवारा. यहाँ से अयोध्या कितना दूर है? आप लोग कहाँ से हो? इधर के हो आप? ठीक है. ഒരു വില്ലേജിലാണ്ടോ. അപ്പോൾ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങോട്ട് ഒരു അമ്മൂമ്മ ഇവിടെ തീയൊക്കെ പിടിച്ചിരിക്കണ്ട. നമുക്ക് നോക്കാം. അമ്മൂമ്മ എടുത്ത് ജയ് ശ്രീറാം പറയാം. മാതാജി ജയ് ശ്രീറാം. जय श्री राम. कहाँ से आओ? हम लोग केरला से हैं. अच्छा. केरला सुना है आपने? हाँ? केरला सुना है? हाँ. केरला से हम लोग. अच्छा. 2000 किलोमीटर के. हाँ. ठीक है मोदी. ठीक है. जय श्री राम. जय श्री राम. ഞങ്ങൾ റെയിൽവേ ട്രാക്ക് കൂടി നടന്നു വരുമ്പോൾ അവിടെ ഒരു ഭയങ്കര ഒരു കൂട്ടം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ച് റെയിൽവേ പോലീസായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ നമ്മളെയൊക്കെ കാണാൻ വേണ്ടി ആരൊക്കെയാണെന്ന് നടന്നു പോകണ കാണാൻ വേണ്ടി നിൽക്കണമായിരുന്നു. അവർ നടന്നോളാൻ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ ഭയങ്കര അടിപൊളിയാണ്. നല്ലോണം സംസാരിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ എന്താ പറയുക എനർജി കിട്ടണത് നമുക്ക്. ഭയങ്കര നല്ല ആൾക്കാരുണ്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ശരിക്കും ഇതൊരു എൻജോയ് ചെയ്യാനായിരിക്കും നമ്മളെ ഇതേപോലെ നടത്തിക്കണത്. രാംലല്ല. ഭയങ്കര സന്തോഷം. സമയം ഏകദേശം 7 മണി കഴിഞ്ഞു. 7-8 മണി കഴിഞ്ഞിട്ടുണ്ടാവും. കുറേയധികം പശുക്കൾ മേയാൻ കിട്ടുന്നുണ്ട്. എന്തായാലും ഏകദേശം ഒരു 3-4 മണിക്കൂർ കൂടുതൽ പിടിക്കും നടന്നെത്താനായിട്ട്. എനിക്കിപ്പോൾ ഓർമ്മ വന്ന് എൻ്റെ കേരള ടു കാശ്മീർ സൈക്ലിംഗ് ചെയ്തതിൻ്റെ ഓർമ്മയാണ് വരുന്നത്. നടന്നു പോകുന്ന സമയത്ത് ഒരു വീട്ടിൽ കുറച്ച് നേരം റെസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ കുറേ ജയ് ജയ് ശ്രീറാം. जय श्री राम. जय श्री राम. उधमपुर से जय श्री राम. गया था, बस में छूट गया था बैग. हाँ वही. അപ്പോൾ ചെറിയൊരു ഹോട്ടൽ കിട്ടിയാൽ നമുക്ക് ചായ കുടിക്കണം. കുറേ ആൾക്കാർ ശ്രദ്ധാലുക്കൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. എല്ലാവരും രാമക്ഷേത്രത്തിലോട്ട് പോകാനാണ്. അപ്പോൾ ഇവിടെ ചായയും ഭക്ഷണമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പാൽ ചായക്ക് വേണ്ടിയുള്ള പാല്. बिल्कुल सब कुछ. सर आपका नाम बताओ. डॉक्टर विनोद कुमार. अच्छा. कौशल्या नगर अयोध्या. कौशल्या नगर. कौशल्या नगर अयोध्या. अच्छा जी. हम लोग केरला से हैं. जी 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 ठीक है.
ഞങ്ങളിവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇന്നാണ്ടോ, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഗ്രാമത്തിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഗ്രാമത്തിൻ്റെ പേര് ഇന്ന് ഇവർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോണേണ്. എന്താണെന്ന് നമുക്ക് കേൾക്കാം കേട്ടോ. ആദ്യത്തെ പേരെന്താണ്, ഇപ്പോഴത്തെ പേരെന്താണെന്ന്. നമസ്തേ ജി. नमस्ते 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 नमस्ते, कैसे हो? जय श्री राम। जय श्री राम। एकदम फिट है सर। आज जो है इस इतना खुशी हुई है कि हम लोग भरहू खाता, हमारे गांव का नाम है बरऊ खाता। भरहू खाता। अच्छा। लेकिन आज की डेट में हम लोग यहाँ पर इसको, ये अयोध्या नगरी का प्रवेश द्वार है, यहीं से अयोध्या स्टार्ट होता है। तो हम सब मिल करके गाँव वालों ने यहाँ का नाम बदल दिया है, इसका नाम कर दिया है आज से कौशल्या नगर। അയോധ്യ ഗ്രാമം തുടങ്ങണത് ഇവിടെ നിന്നാണെന്നാണ് പുള്ളി പറയണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ നാടിൻ്റെ, ഇവിടുത്തെ ഗ്രാമത്തിൻ്റെ പേര് ചേഞ്ച് ചെയ്യാനാണ്. പേര് നമുക്കിപ്പോൾ കാണാം. വിളക്ക് കൊളുത്തുന്ന ഒരു ചടങ്ങുണ്ട്. അത് ഇവിടുത്തെ ഏറ്റവും പ്രായം ചെന്ന ഒരു അമ്മൂമ്മയാണ് കത്തിക്കണത്. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാനാണ് അമ്മൂമ്മ വരാൻ വേണ്ടിയിട്ട്. हथौड़ी बजा करके स्वागत करिएगा। രാം अयोध्या धाम की जय, सरयू माई की जय, सरयू माई की जय, गौ माता की जय, गौ माता की जय। സമയം 11 മണിയായി. റെയിൽവേ ട്രാക്ക് തീരുന്നില്ല, നീളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. ഇനിയും ഏകദേശം ഒരു 26 കിലോമീറ്റർ കൂടുതലുണ്ട് നടക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു പാനിപൂരി ചേട്ടൻ നമുക്ക് ഈ പാനിപൂരി കഴിച്ചുകൊണ്ടിരിക്കണേ. ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നവരെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കണേണ്. ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ വരുന്നുള്ളതുകൊണ്ട് ആൾക്കാരുടെ ഒരു ഉന്മേഷമാണ് കേട്ടോ. 2 സ്റ്റേഷൻ അപ്പുറത്തേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ആൾക്കാർ ഭയങ്കര ഉന്മേഷത്തിലാണ്. അയോധ്യക്കുള്ള ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്. ആൾക്കാരെല്ലാവരും തെറഞ്ഞ് നിൽക്കണേണ്. ഭയങ്കര സന്തോഷത്തിലാണ്. ഇത്രയും നേരം നമ്മൾ നടന്നുകൊണ്ട് ഇത്രയും ഒരു കുറഞ്ഞൊരു 10-15 കിലോമീറ്ററോളം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബഡീസ് എല്ലാവരും ഇവിടെ ഉണ്ട്. ഹാപ്പി അല്ലേ? അജുർഹട്ട് സ്റ്റേഷനിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ നടന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററോളം നമ്മൾ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴാണ് ഒരു ചേച്ചി പറഞ്ഞത് ട്രെയിൻ വരുന്നുണ്ട്, അപ്പോൾ നിങ്ങളിവിടെ നിന്നോ, ആ ട്രെയിനിൽ കയറി പോകാം. അപ്പോൾ ട്രെയിനിൽ എത്ര ആൾക്കാരുണ്ടാവുന്ന ഒരു പിടുത്തമില്ല. ഇവിടെ തന്നെ ഏകദേശം ഒരു 100-500 പേര് ആൾക്കാരുണ്ട്. പിന്നെ ആൾക്കാരെല്ലാം നടന്നു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ട്രെയിനിൽ കയറി പോയേ പറ്റൂ. കാരണം വൈകുന്നേരം നമുക്ക് അയോധ്യയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു എന്താണ് മനസ്സിലൊരു സന്തോഷം അല്ലേ? ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ബോലോ जय श्री राम, जय सिया राम। ഓ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. गाइस ट्रेन कई गाइस चलो चलो आगे चलो आएंगे जय श्री राम ഫൈനലി ഞങ്ങൾ ട്രെയിനിൽ കയറി ഗൈസ്. ഇനിയിപ്പോൾ എത്ര മണിക്ക് നമുക്ക് എവിടെ നമ്മുടെ സ്റ്റേഷനിൽ എത്താൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ഒരു പ്രതീക്ഷ. ഇത്രയും നേരം നടന്ന് ഇനിയിപ്പോൾ നടക്കാണ്ട് നമുക്ക് ഈ ട്രെയിനിലിരുന്ന് പോകാം.
ट्रेन आ गई, कहाँ को बचेगी पगली एकदम। इधर जाओ, इधर इधर। श्री राम, जय श्री राम, जय श्री राम, जय श्री राम। ज्ञानानंद की जय, तपोवन ज्ञानानंद की जय, सियापति रामचंद्र की जय, सदापति कृष्णचंद्र की जय, गौरीपति चंद्रचूड़ की जय, पवन सुधा हनुमान की जय, गो श्री पुरेश वेंकटरमण गोविंद ഗോവിന്ദ. നമ്മൾ ഇത്ര നേരം റെയിൽവേ ട്രാക്കിന്റെ ഉള്ളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത് ചേട്ടോ. ഇപ്പോ നമ്മുടെ പോലീസ് വന്നിട്ട് റെയിൽവേ ട്രാക്കിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി. ഇപ്പൊ നമ്മളൊരു വില്ലേജിന്റെ ഉള്ളിൽ കൂടി പോകണം, ആരുടെയൊക്കെ വീടിന്റെ ഉള്ളിൽ കൂടി കേട്ടോ. जय श्री राम, ജയ് ശ്രീറാം. പോയിട്ട് വരാം. റെയിൽവേ ട്രാക്ക് വിട്ടിട്ട് എക്സ്പ്രസ് ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. ഓ കിടിലൻ റോഡ് കേട്ടോ. എത്ര വഴി? 8 വഴി പാത, വലിയ ഹൈവേ. അങ്ങനെയുള്ള അയോധ്യ രാമഭൂമിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഗായ്സ്. ഇനി വളരെ കുറച്ച് പാദങ്ങൾ നടന്നാൽ മതി. जय श्री राम, ജയ് ശ്രീറാം. രണ്ടുപേരും മിസ്സിംഗ് ഉണ്ട് ഗൈസ്. റെയിൽവേക്കാര് ഒരു ട്രെയിൻ ഇട്ട് വന്നു, ഒരു 20 കിലോമീറ്റർ ആൾക്കാരെടുത്ത് വന്നു. അങ്ങനെ ഒരു 20 കിലോമീറ്റർ 17 കിലോമീറ്റർ 16-17 കിലോമീറ്റർ കഷ്ടി പോകുന്നു ഇതിലേക്ക്. ജയ് ശ്രീറാം, ജയ് ശ്രീറാം. എല്ലാവരും അയോധ്യയിൽ എത്തിയതിന്റെ സന്തോഷത്തിലാണ് ഗൈസ്. അയോധ്യയുടെ ഒരു ബോർഡ് കണ്ടു, അയോധ്യ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞു. ജയ് ശ്രീറാം. അയോധ്യ 1 കിലോമീറ്റർ എന്ന് ബോർഡ് കണ്ടിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നിരിക്കണം നമ്മൾ എല്ലാവരും. ഇതിലോട്ട് നമുക്ക് ശ്രീരാം ക്ഷേത്രത്തിലോട്ട് പോകാനായിട്ട് ഏകദേശം 7 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വണ്ടികൾ ഫെസിലിറ്റി ഒന്നും ആയി തുടങ്ങിയിട്ടില്ല, നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ റിക്ഷയിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിക്ഷയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ ലോക്കൽ റിക്ഷയാണ് നമ്മൾ കേരളത്തിൽ കിട്ടണമല്ലോ. പക്ഷേ ഭയങ്കര തിരക്കായതുകൊണ്ട് എല്ലാവർക്കും കൂടി പോകാൻ പറ്റില്ല. നമ്മൾ ഏകദേശം ഒരു 9 പേരെടുത്തോളം ഉണ്ട്. നമുക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിക്ഷ. ഒരു ബസ് സർവീസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അവിടെ ബാക്കിൽ ഒരു അയോധ്യ ധാം എന്ന് പറഞ്ഞൊരു ബസ് വരുന്നുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും കൂടെ അതിനകത്ത് കയറി പോകാൻ പറ്റും. എങ്ങനെയെന്ന് അറിയില്ല. അതുമാത്രമല്ല ഇവിടെ എല്ലാം ഫ്രീ ആയിട്ട് ലങ്കർ നടക്കുന്നുണ്ട്. ഫുഡെല്ലാം എല്ലാവർക്കും ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഹോട്ടൽ ഫെസിലിറ്റി ഇപ്പോൾ കുറവാണ്. ഫുഡ് ഹോട്ടൽ എല്ലാം അടച്ചിട്ടേക്കണേണ് ഇതിൻ്റെ അയോധ്യ ധാമിൻ്റെ ഇനോഗ്രേഷൻ പ്രതിഷ്ഠാ ദിവസമായിട്ട്. അപ്പോൾ ബസ് വരുന്നുണ്ട്, ബസ്സിൽ നമുക്ക് കയറി പോവാം. അറിയില്ല ബസ്സിൽ കയറാനുള്ള പരിപാടിയാണ്. നോക്കാം, എല്ലാവരും ചാടി കയറിയാണ് നമ്മുടെ ആൾക്കാർ. ഫൈനലി നമുക്കൊരു റിക്ഷ കിട്ടി. നമ്മുടെ ആൾക്കാരെല്ലാവരും റിക്ഷയുടെ ഉള്ളിൽ കയറി. അവർ 2 പേര് ബസ്സിൽ കയറി പോയി. ഞങ്ങൾ 5 പേര് 6 പേര് റിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾക്ക് ദർശനം ചെയ്യാം, ഇന്നലെ ദർശനം കിട്ടിയില്ല. ഇന്ന് ദർശനം കിട്ടുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും പോണത്. ജയ് ശ്രീറാം, ജയ് ശ്രീറാം. जय श्री राम. पूरा डाक. जय श्री राम. ദർശനം കിട്ടുമോ ഇല്ലെന്നറിയില്ല, കാരണം അത്രയും തിരക്കാണ്. ഇനി ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാല് കുത്താൻ പറ്റൂല എന്നാണ് തോന്നുന്നത്. बोल रहे रुको, पता नहीं है, बोल रहे हनुमान का दर्शन करके आगे से नहीं निकाल देंगे या उधर आगे से ऐसे बोल रहे हैं, लेकिन ऐसे बोल रहे रुको, पता नहीं है, बोल रहे
श्री राम जय श्री राम जय जय श्री राम जय श्री राम जय श्री राम ഹനുമാൻഗഡിയിൽ പോകണുണ്ടോ? ഹനുമാൻഗഡി എന്ന് വെച്ചാൽ ഹനുമാന്റെ ക്ഷേത്രത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല തിരക്കാണ്, കുറേയധികം ആൾക്കാരുണ്ട്. രണ്ട് സൈഡിലും കുറേയധികം ഷോപ്പുകളുണ്ട്. സ്വീറ്റിൻ്റെ ഹനുമാന്റെ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. ഒരു ക്യൂ ആണ്, അത്യാവശ്യം വലിയ രീതിയിലുള്ള ക്യൂ ഉണ്ട്. നമുക്ക് എന്തായാലും ശ്രീരാമന്റെ അമ്പലത്തിലോട്ട് പോകാൻ പറ്റിയില്ല, കാരണം അവിടെയും ലക്ഷക്കണക്കിന് എന്ന് പറയാം, 1000 അല്ല ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ക്യൂ ആണ്. അവിടുന്ന് ആൾക്കാരെ പറഞ്ഞു വിട്ടിപ്പോൾ ഏകദേശം ഒരു 2 മണിയോടെ ദർശനത്തിന് നമ്മളെല്ലാവരും വിടുമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ स्लीपर शूज वाला साइड हो जाओ. അപ്പോൾ ഷൂ എല്ലാം ഇവിടെ ഊരി വെക്കണം. അതുകൊണ്ട് ഷൂ ഊരി കഴിഞ്ഞിട്ട് ബാക്കി വിഷയങ്ങൾ കാണാം. നല്ല തിരക്കാണ് ഇവിടെ. നമ്മുടെ ബാഗൊന്നും ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ സ്വീറ്റ് കടയിൽ നിന്ന് കുറച്ച് സ്വീറ്റ് മേടിച്ച് അവിടെ പ്രസാദമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മേടിച്ചതിന് ശേഷം ഞാൻ അവിടെ ബാഗ് വെച്ച് പുള്ളി പയ്യനായിരുന്നു, ചെറിയ പയ്യനായിരുന്നു കേട്ടോ. അവൻ പറയണേന് നിങ്ങൾ പ്രസാദം മേടിക്കണമെങ്കിൽ ബാഗ് വെച്ചോ, കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ 50 രൂപയുടെ പ്രസാദം മേടിച്ചു. ഇപ്പം ഞാൻ ക്യൂവിലോട്ട് പോകാൻ വേണ്ടി പോണേന് എന്തായാലും നല്ല തിരക്കുണ്ട്. ഇതിനകത്ത് ഇടയിൽ കയറാൻ പറ്റില്ല, നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും മിസ്സായി. എന്തായാലും നമുക്ക് ഇത് കയറി നോക്കാം. ജയ് ശ്രീറാം. ക്യാമറ दर्शन करते समय अपना चेन मोबाइल पर्स सुरक्षित रखें. अपना पर्स बना रखें. दर्शन करने के बाद संतक सुमन के श्री नंदन तेज प्रताप महाजगवंदन विद्यावान मुनि अति चातुर राम काज करिबे को आतुर प्रभु चरित सुनिबे को रसिया राम लगन सीता मन बसिया सूक्ष्म रूप धरि सील दिखावा विकट रूप धरि लंक रावा भीम रूप धरि असुर सहारे रामचंद्र या खाए साई मन लखन जियाए श्री रघुवीर हर शिवर लाए रघुपति कीन्ही बहुत बड़ाई तुम मम प्रिय भक्त ही भाई. ഹനുമാൻഗഡിയിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. ഇവിടെ അധികം റഷൊന്നുമില്ല, പക്ഷേ രാമക്ഷേത്രത്തിലോട്ട് പോകാൻ വേണ്ടി നല്ല റഷുണ്ട്. എത്ര മണിക്ക് ദർശനം കിട്ടുമെന്നറിയില്ല. തോന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിലും കുറേ അധികം ഷോപ്പുകൾ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. ജയ് ശ്രീറാം. അയോധ്യ ദർശനത്തിന് വേണ്ടി പോണേ കേട്ടോ. ആദ്യം ഒരു പ്രാവശ്യം പോയി. എന്താ സംഭവിച്ചാൽ ഞങ്ങൾ ആരും മൊബൈൽ എടുത്തില്ല, ഞങ്ങളുടെ കൂടെയുള്ള ആരും മൊബൈൽ എടുത്തില്ല. എന്താണ് വെച്ചാൽ ഉള്ളിൽ മൊബൈൽ കൊണ്ടുപോകാൻ പാടില്ല, നമ്മുടെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞ്. ആ പ്രകാരം നമ്മൾ മൊബൈൽ ആരും കൊണ്ടുപോയില്ല. പക്ഷേ അവിടെ ചെന്നപ്പോൾ എല്ലാവരും മൊബൈൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു 2 ദിവസത്തേക്ക് മൊബൈൽ കൊണ്ടുപോകുന്നുണ്ട് ആൾക്കാർ. ഇനി നാളെ ഈ അടുത്ത വരുന്ന ദിവസങ്ങളിലൊന്നും മൊബൈൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ദർശനത്തിന് പോണേന്. ഇവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ്, അടിപൊളിയാണ്. അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. പണിയെല്ലാം തീർന്നുകൊണ്ടേയിരിക്കണം. പക്ഷേ കാണുമ്പോൾ തന്നെ വളരെ എന്താ പറയുക, പ്രൗഡ് ഫീലാണ്. ഭയങ്കര പ്രൗഡ് ഫീലാണ്.
जय श्री राम जय जय श्री राम जय जय श्री राम 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 ഫൈനലി അമ്പലത്തിനുള്ളിൽ കയറി വളരെ സന്തോഷം ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ് ശ്രീറാം जय श्री राम जय श्रीराम ये फोटो नहीं ഇത്ര പ്രായമുള്ള ആൾക്കാരെ നോക്കി ഇവിടെ വന്നിട്ട് ദർശനം ചെയ്യാൻ വേണ്ടി വന്നിട്ട് സെൽഫി എടുക്കണ പ്രായമുള്ള അച്ഛനും അമ്മയും. ബാക്കിൽ കാണുന്നതാണ് അയോധ്യ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അമ്പലം. വളരെ സന്തോഷം. എന്തോരം ക്രൗഡാണെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ക്രൗഡുകളാണ് ഉള്ളിലുള്ളത്. ഭയങ്കര സന്തോഷം. എന്തായാലും ഇനിയിപ്പോൾ കൂടുതൽ നേരം നിൽക്കാൻ പറ്റില്ല. ആൾക്കാരൊക്കെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ കുറേ പേര് നിൽക്കണേണ് കേട്ടോ. എല്ലാ ആൾക്കാരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. മൊത്തത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ ഭക്തന്മാർ. ഫൈനലി ദർശനം കഴിഞ്ഞാൽ ഉള്ളിൽ വന്ന് കുറച്ചധികം ഫോട്ടോസും വീഡിയോസും കിട്ടി. വളരെ സന്തോഷം. അപ്പോൾ നമുക്കിനി പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കാം. ഇവിടെ കുറേ നേരം നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നേരം ഇവിടെ വീഡിയോ എടുത്തിട്ട് നമുക്ക് നേരെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിൻ്റെ ഒരു ടീം തന്നെയുണ്ട് ഇവിടെ ശുശ്രൂഷിക്കാൻ വേണ്ടി. ആൾക്കാർക്ക് വയ്യാത്ത ആൾക്കാർക്കെല്ലാം ശുശ്രൂഷിക്കാൻ വേണ്ടി ഡോക്ടറിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ആയിരമല്ല ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ദൈവത്തിനെ കാണാനും ദൈവത്തിൻ്റെ ദർശനം കാണാനും ഈ ശ്രീരാമ അമ്പലം കാണാനായിട്ട്. അതേപോലെ മിലിറ്ററി ഓഫീസേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. ഇത്രയും ദിവസം ഇവിടെ അവരുടെ സേവനം ഇവിടെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും തൊഴാൻ വേണ്ടി പോണേന് ശ്രീരാമചന്ദ്ര ദർശനത്തിന് വേണ്ടി, രാംലല്ലയുടെ ദർശനത്തിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാരാണ് വരുന്നത്. നമുക്ക് കൗണ്ട് ചെയ്യാൻ പോലും പറ്റില്ല, അത്രക്ക് ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ പോലീസിൻ്റെ സർവീസ്. ഫൈനലി രാംലല്ലയുടെ ദർശനം കഴിഞ്ഞിട്ട് ഞാൻ റൂമിലോട്ട് പോകാൻ വേണ്ടിയാണ്. അതിന് മുമ്പ് നമ്മുടെ ബാഗ് വെച്ചത് നമ്മളൊരു തൊട്ടടുത്തുള്ളൊരു വീട്ടിലാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ കേരളത്തിൽ നിന്ന് വന്നാന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ടാണ് ആ വീട്ടിൽ വെച്ചത്. അല്ലെങ്കിൽ അത് സമ്മതിക്കില്ല, നമുക്ക് പേടിയാണെന്ന് വെച്ചാൽ നമ്മൾ ബാഗിൽ എന്തൊക്കെയാണ് വെക്കണമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞതിന് ശേഷം അവർ വെച്ചാണെന്ന് സംഭവിച്ചു. അവിടുത്തെ ഒരു ചാച്ച കേരളത്തിനെ പറ്റിയും തമിഴ്നാടിനെ പറ്റിയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നമുക്ക് ബാഗ് അതിനകത്ത് വെക്കാൻ സമ്മതിച്ചത്. ഇപ്പോൾ ഈ കാണുന്നത് അമ്പലം പണിതുകൊണ്ടിരിക്കണേണ്, ഫിനിഷായിട്ടില്ല. ശ്രീറാം ശ്രീറാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ കുറേ അമ്മമാരൊക്കെ കണ്ടില്ലേ. ये दिल्ली से तो पैदल यात्रा है। हाँ, यहाँ से दिल्ली से तो पैदल यात्रा करी है और हनुमानगढ़ी से ये दो यात्रा। हाँ हाँ, इनका नाम क्या है? इनका नाम दीपक है। दीपक। जय श्री राम अक्षय दिल्ली दिल्ली
ठीक है जय श्री क्या नाम है आपके चैनल? इंडियन फेलो ट्रैवलर इंडियन फेलो ट्रैवलर। ओके जय श्री राम जय श्री राम। തിരക്കിന് ഒരു കുറവുമില്ല കേട്ടോ. ഞാൻ വന്നപ്പോൾ എത്ര തിരക്കുണ്ടായിരുന്നു അത്രയും തിരക്കുണ്ടായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് തള്ളു കിട്ടി, ഭയങ്കര ഉന്തും തള്ളുമായിരുന്നു. ഞാൻ പേടിച്ച് സത്യം പറഞ്ഞാൽ പുറത്തോട്ട് ചാടിപ്പോയി. ബാക്കി എല്ലാവരും അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയി. അതിനുശേഷം തിരക്ക് കുറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഉള്ളിലോട്ട് കയറി ദർശനം എടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഫീൽ ആയത് മൊബൈൽ യൂസ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ വീണ്ടും മൊബൈൽ എടുത്തു വന്ന് വീണ്ടും ദർശനം ചെയ്തു. 2 ദർശനം ഞാൻ എടുത്തു. ഇനിയിപ്പോൾ ഒരെണ്ണം കൂടി എടുക്കണം. അത് അടുത്ത ദിവസം എടുക്കാൻ നോക്കും. जय जय श्री राम। जय श्री राम। जय श्री राम। ഇതിലാണ് നമ്മൾ കടന്നു വരുന്നത് കേട്ടോ. प्रभु श्री रामचंद्र की കാണുന്നത് സ്കാനിങ് ആണ് കേട്ടോ. സ്കാനിങ് ചെയ്യണം നമ്മുടെ ബാഗ്, പിന്നെ മൊബൈൽ, പേഴ്സ് എല്ലാം സ്കാൻ ചെയ്യണ മെഷീൻസ് അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്ന ഒരാഴ്ച 2 മാസം വരെ 1 മാസം കഴിയുമ്പോൾ ഈ സാധനം എല്ലാം ലാഘവമാകും, അതായത് നിലവിൽ വരും. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയത്, അതായത് നമുക്ക് വീഡിയോ ഫോട്ടോ എടുക്കാൻ പറ്റിയ വളരെ ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നു അല്ലേ? ഒന്നും പറയാനില്ല. അപ്പോൾ ഒരു മാക്സിമം 1-2 ആഴ്ച അവിടെ പണിയൊക്കെ തീർന്നിട്ടുണ്ട്. അതെ 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 ചെക്കിങ്ങും സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞ് പോകുന്നുണ്ടാവും. ഏകദേശം ഒരു വർഷം കഴിയുമ്പോൾ മാക്സിമം ഇത് ഫുള്ളായിട്ട് സെറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. അതായത് ഇവിടെ നിൽക്കുന്ന ലോക്കർ, അതേപോലെ ക്ലോക്ക് റൂം, നമ്മുടെ സാധനങ്ങൾ വെക്കാനുള്ള ഫെസിലിറ്റി ഇപ്പോൾ അതൊന്നുമില്ല. പക്ഷെ അത് ഏകദേശം ഒരു 6 മാസത്തിനുള്ളിൽ എല്ലാം സെറ്റ് ആവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷം. തീരുമാനിക്കുന്നു നമ്മൾ ഭാരതത്തിൽ ജനിച്ചത്.